ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഞാൻ എന്താണ് ഈ കുളക്കടവിൽ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? 2 ദിവസം മുമ്പേ ഇതെന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലെ കുളമാണ്. ഈ കുളം കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് നല്ലൊരു വീഡിയോ ചെയ്യാനുള്ള ആശയം വന്നു. അതായത് നമ്മുടെ ഫിസിക്സിൽ കുളത്തിലെ വെള്ളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ ഇന്ന് ഇവിടെ ഈ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നിരാശയിലാണ്. കാരണം അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ മുകളിലൊക്കെ കുറച്ച് പ്രാണികളെ കണ്ടിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ജലോപരിതലത്തിൽ കാണുന്ന പ്രാണികൾ, അഥവാ നമ്മൾ എന്താ പറയുക, എഴുത്തച്ഛൻ എന്നൊക്കെ പറയും. അപ്പൊ ആ പ്രാണികളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? പ്രതല ബലമാണ് അല്ലെ? അപ്പൊ പ്രാണികൾക്ക് ജലോപരിതലത്തിൽ നിൽക്കാൻ കഴിയുന്നത് ജലത്തിന്റെ പ്രതല ബലം കാരണമാണ്. അപ്പൊ എന്താണ് ഈ പ്രതല ബലം? പ്രതല വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ദ്രാവകങ്ങളിലുള്ള ബലമാണ് പ്രതല ബലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ദ്രാവകങ്ങൾ പ്രതല വിസ്തീർണം പരമാവധി കുറയ്ക്കുന്നത്? ദ്രാവകോപരിതലത്തിലെ തന്മാത്രകളുടെ ആകർഷണ ബലം മൂലം ദ്രാവകോപരിതലം ഒരു പാട പോലെ ഇങ്ങനെ സ്ട്രെച്ചഡ് ആയിട്ട് നിൽക്കുന്നതാണ് പ്രതലബലം എന്ന് പറയുന്നത്. പിന്നീടല്ലോ മക്കളെ, ഞാൻ ഈ കുളത്തിലേക്ക് വന്ന സമയത്ത് വെറുതെ ഒന്ന് കൈകൊണ്ട് ഈ വെള്ളം ഒന്ന് തൊട്ടുനോക്കി. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ചൂട് പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ കുളത്തിലേക്ക് ഇങ്ങനെ കാലിട്ടപ്പോൾ ഉണ്ടല്ലോ, അടിയിലെ വെള്ളത്തിന് നല്ല തണുപ്പ്. അതെന്തുകൊണ്ടായിരിക്കും? കുളം പോലുള്ള ജലാശയങ്ങളിൽ അടിഭാഗത്തെ ജലം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് തണുത്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ജലം, ഇവിടെ കുളം ചൂടാവുന്നത് സൂര്യനിൽ നിന്നുള്ള ചൂടേറ്റിട്ടാണ് അല്ലെ? സൂര്യനിൽ നിന്നുള്ള ചൂടേറ്റ് മുകൾ ഭാഗം ചൂടാകും. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജലത്തിന് താപത്തെ മുകളിൽ നിന്നും താഴേക്ക് കടത്തിവിടാനുള്ള കഴിവില്ല. പൊതുവെ വെള്ളം തിളയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ്? അടിയിൽ നിന്ന് മുകളിലേക്കാണ് അല്ലെ? സംവഹനം എന്ന താപപ്രേഷണ രീതി വഴിയാണ് വെള്ളം ചൂടാവുന്നത്. പക്ഷെ ഇവിടെ മുകൾ ഭാഗത്തെ ജലം ചൂടായാലും ആ താപത്തെ ജലത്തിന് താഴേക്ക് കടത്തിവിടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഈ കുളത്തിലൊക്കെ അടിഭാഗത്തെ ജലം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് കൂടുതൽ തണുത്തിരിക്കുന്നത്. ഇത് തെറ്റിക്കരുതേ. അതോടൊപ്പം ഓർത്തു വെക്കണം, എന്താണ് ജലത്തിൽ താപപ്രേഷണ രീതി ഏതാണ്? ജലത്തിൽ മാത്രമല്ല, വാതകങ്ങളിലെയും ദ്രാവകങ്ങളിലെയും താപപ്രേഷണ രീതി ഏതാണ്? സംവഹനമാണ്. താപപ്രേഷണം പറഞ്ഞപ്പോൾ ആലോചിച്ചത്, ഈ ജലത്തിനെ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് കേട്ടോ. അതായത് താപത്തെ ഉൾക്കൊള്ളാൻ, താപധാരിത എന്ന് പറഞ്ഞാൽ താപം വഹിക്കാൻ പദാർത്ഥങ്ങൾക്കുള്ള കഴിവ്. അതിൽ തന്നെ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാലോ, 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപം. ജലത്തിനെ സംബന്ധിച്ച് ജലത്തിന് നല്ലോണം താപത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതാണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. അപ്പോഴേ ഈ ജലത്തിന്റെ വിശിഷ്ട താപധാരിതനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ ഈ കരക്കാറ്റും കടൽക്കാറ്റും പഠിച്ചിട്ടില്ലേ? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രേഷണം ഏതാണ്? അത് സംവഹനമാണ് അല്ലേ? പക്ഷേ ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. ഉദാഹരണത്തിന് കടൽക്കാറ്റിന്റെ കാര്യമാണെങ്കിൽ, പകൽ സമയങ്ങളിൽ കടലിനെ അപേക്ഷിച്ച് വേഗം ചൂടാവുന്ന പഠിച്ചില്ലേ? അതെന്തുകൊണ്ടാ കടല് പതുക്കെ ചൂടാവുന്നത്? അത് കടൽ ജലത്തിന്റെ വിശിഷ്ട താപധാരിത കാരണമാണ് കേട്ടോ, ഉയർന്ന വിശിഷ്ട താപധാരിത. പക്ഷെ കടൽ ജലത്തിന് ശുദ്ധജലത്തിന്റെ അത്രയും വിശിഷ്ട താപധാരിതയില്ല. കടൽ ജലത്തിന് 3900 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വിശിഷ്ട താപധാരിത. അപ്പൊ കടൽ ജലം അതുകൊണ്ട് തന്നെ പതുക്കെ ചൂടാവുകയുള്ളൂ. അപ്പൊ കര വേഗം ചൂടാവും, കരയ്ക്ക് മുകളിലെ വായു ചൂടാകും, വികസിക്കും, സാന്ദ്രത കുറയും, മുകളിലേക്ക് ഉയരും. അപ്പൊ കടലിൽ നിന്ന് നല്ല തണുത്ത വായു കരയിലേക്ക് പ്രവഹിക്കും. അതാണ് കടൽക്കാറ്റ്. പകൽ സമയമാണ് കേട്ടോ കടൽക്കാറ്റ് ഉണ്ടാവുന്നത്, കടലിൽ നിന്നും കരയിലേക്ക്. രാത്രി സമയം എന്താ സംഭവിക്കുക? നമ്മുടെ കലിപ്പനായ കര വേഗം തണുക്കും. പക്ഷെ അപ്പോഴും കടലിന് മുകളിലെ വായു ചൂടായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, കടലിന് മുകളിലെ വായു ചൂടാവും, വികസിക്കും, സാന്ദ്രത കുറയും, മുകളിലേക്ക് ഉയരും. പകരം കരയിൽ നിന്ന് നല്ല തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കും. ഇതാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. കരക്കാറ്റ് രാത്രിയാണ്, കരയിൽ നിന്നും കടലിലേക്ക്. കഴിഞ്ഞ ദിവസേ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കുളത്തിന്റെ ഒക്കെ അടുത്തൂടെ പോകുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ട്, ഒട്ടും സമാധാനം ഉണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളും ചെയ്യണ്ടാവില്ലേ? ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിയും. അപ്പൊ കല്ലെറിയുന്ന സമയം, ഇപ്പൊ കല്ലെറിഞ്ഞതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ആ കല്ലെറിഞ്ഞ സമയത്തെ ഈ കല്ല് വീണ ആ ഭാഗത്ത് നിന്നും പുറത്തേക്ക് ഇങ്ങനെ ഓളങ്ങൾ പോകുന്ന നിങ്ങൾ കണ്ടോ? അതായത് ഞാൻ കല്ലെറിഞ്ഞപ്പോൾ അവിടെയുള്ള കണികകൾ കമ്പനം ചെയ്തു. ആ കമ്പനം, കല്ലെറിഞ്ഞ സമയത്ത് അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായില്ലേ? അപ്പൊ അവിടെ കണികകൾ കമ്പനം ചെയ്തു. ആ കമ്പനമാണ് പുറത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തരംഗം എന്ന് പറയുന്നത്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്നത് എന്ത് തരം തരംഗമാണെന്നറിയോ? അനുപ്രസ്ഥ തരംഗങ്ങളാണ് കേട്ടോ.
അപ്പോൾ അനുപ്രസ്ഥ തരംഗങ്ങളുടെ പ്രത്യേകത, അവിടെ മാധ്യമത്തിലെ കണികകൾ എങ്ങനെയാണ് കമ്പനം ചെയ്യുന്നത്? തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക്, അതായത് തരംഗം സഞ്ചരിക്കുന്നതിന് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങളുണ്ട്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, നമ്മളൊരു കയർ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് മറ്റേ ഭാഗം ഒന്ന് പിടിച്ചു കൊടഞ്ഞാല് കയറിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ. അതുപോലെ പ്രകാശ തരംഗം, ഇതൊക്കെ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇനി ഈ മാധ്യമത്തിലെ കണികകൾ തരംഗം സഞ്ചരിക്കുന്നതിന് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിലോ അതാണ് അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. നമ്മുടെ ശബ്ദ തരംഗങ്ങളില്ലേ, അത് അനുദൈർഘ്യ തരംഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അതെ, ഞാനെന്താ അറിയും ഇവിടെ തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്, എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ ഈ കുളം കാണുന്ന പോലെയല്ല, അങ്ങോട്ടേക്കൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. ആഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ജലാശയങ്ങളിൽ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടിക്കൂടി വരികയാണ് കേട്ടോ ചെയ്യുക. ആഴം കൂടുന്നതിനനുസരിച്ച് എന്താവും? മർദ്ദം കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡാം ഒക്കെ നിർമ്മിക്കുന്ന സമയത്തെ അടിഭാഗത്ത് നല്ല കട്ടിയിൽ നിർമ്മിക്കുന്നത്. ഈ അടിഭാഗത്തുള്ള മർദ്ദം കൂടുതലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നിങ്ങളെ ഈ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ? കുമിളകൾ ഇങ്ങനെ വരുമ്പം അടിഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ കുമിളയായിട്ട് വന്ന് മുകളിലെത്തുമ്പോൾ കുമിളയ്ക്ക് വലിപ്പം കൂടും അല്ലേ? അതെന്തുകൊണ്ടാ? നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലേ, ബോയിൽസ് നിയമം? പ്രഷർ കൂടുമ്പോൾ വോളിയം, വ്യാപ്തം കുറയും. അടിഭാഗത്ത് നല്ല പ്രഷറാണ് വെള്ളത്തിന്റെ, അപ്പൊ അവിടെ വ്യാപ്തം കുറവായിരിക്കും. മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നത് കൊണ്ട് കുമിളയുടെ വലിപ്പം, വ്യാപ്തം കൂടി വരുന്നതാണ്. പിന്നെ ഈ നീന്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. നമ്മൾ നീന്തുന്ന സമയത്ത് കൈ ഉപയോഗിച്ച് വെള്ളത്തെ ബാക്കോട്ട് തള്ളൂ അല്ലേ? പകരം വെള്ളം എന്ത് ചെയ്യും? നമ്മളെ മുന്നോട്ട് തള്ളും. അപ്പൊ സപ്പോസ് നമ്മൾ വെള്ളത്തെ ബാക്കോട്ട് തള്ളുന്നത് പ്രവർത്തനമായി കണക്കാക്കുകയാണെങ്കിൽ വെള്ളം നമ്മളെ മുന്നോട്ട് തള്ളുന്നത് പ്രതിപ്രവർത്തനമായി കണക്കാക്കാം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലേ? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എങ്ങനെയാണ്? വ്യത്യസ്ത വസ്തുക്കളിലല്ലേ അനുഭവപ്പെടുന്നത്? ഞാൻ വെള്ളത്തിലാണ് ബലം പ്രയോഗിച്ചത്, അതാണ് പ്രവർത്തനം. വെള്ളം തിരിച്ച് എന്നിലാണ് ബലം പ്രയോഗിച്ചത്, അതാണ് പ്രതിപ്രവർത്തനം. അതുകൊണ്ടാണ് തമ്മിൽ ഇവ ക്യാൻസൽ ചെയ്ത് പോവാത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പൊ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ കുളത്തിൽ കുറേ മീനിനെ കണ്ടിട്ടോ. മീനിന്റെ ഷേപ്പ് എങ്ങനെയാണ്? 2 അഗ്രവും കുറച്ച് കൂർത്ത ഷേപ്പാണ് അല്ലേ? അതെന്താ ഷേപ്പ് മീനിനെ സഹായിക്കുന്നില്ലേ? ഈ ജലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ജലവുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടി. ഒരു വസ്തു ചലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചലനത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഘർഷണം അനുഭവപ്പെടും അല്ലേ? അപ്പൊ ഘർഷണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തിന്റെ ആകൃതി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ബോട്ടുകളും വിമാനങ്ങളും തോണിയൊക്കെ നിർമ്മിക്കുമ്പം ഇതേപോലെ ഏകദേശം 2 അഗ്രങ്ങളും കൂർത്ത ഷേപ്പിലല്ലേ നിർമ്മിക്കുന്നത്? അത്തരത്തിൽ ഘർഷണത്തെ കുറയ്ക്കാൻ വേണ്ടി വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് ധാരാരേഖിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ്. അപ്പൊ ഇനിയും ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ കുളം മൊത്തം ഞാൻ ഫിസിക്സിൽ അങ്ങ് എടുക്കും. അപ്പൊ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.